ശബ്ദരേഖകള് എവിടെ ഒന്നും കിട്ടിയല്ല. അത് നിങ്ങളുടെ അഡ്വൈസ് മാനിച്ച് ഞാനത് എല്ലാവരും എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്വല്പം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. കാരണം എല്ലാവരുടെയും കയ്യിൽ ഫോണുള്ളതുകൊണ്ട് അതെ, ഞാനൊരു പച്ച മനുഷ്യനാണ്. ഇടുക്കിയിലെ ആളുകൾ ഈ കർഷക മക്കളാണ്. അപ്പം അവരുടെ ഭാഷ എനിക്കറിയാവുള്ളൂ. ഞാൻ പുതിയ ന്യൂ ജനറേഷനിൽ വരുന്ന ഒരാളല്ല, അതിൽ ജീവിക്കുന്ന ഒരാളല്ല. അത് 4-5 ഈ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ 5-6 പേരോട് ഫോട്ടോ എടുത്തിട്ട് വിടുന്ന ഒരാളുമില്ല. ആളുകളെ നല്ല അന്തസ്സായിട്ട് സംഘടിപ്പിച്ച് സമരമാണെങ്കിൽ സമരം, ബഹളമാണെങ്കിൽ ബഹളം നടത്തിയ ഒരു അനുഭവ സമ്പത്തുള്ള ഒരാളാണ്. അപ്പോൾ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ഇച്ചിരി പച്ച മനുഷ്യൻ്റെ സ്വഭാവത്തിൽ സംസാരിക്കേണ്ടത്. നമ്മുടെ ജില്ലയാണല്ലോ ഈ കാട്ടാനയോടും കാട്ടുപോത്തിനോടും കാട്ടുപന്നിയോടൊക്കെ പൊരുതി നിൽക്കുന്ന ആളുകളുടെ സന്തതികളാണ് ഈ ജില്ലകളിലുള്ളത്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂർ പോലത്തെ മറ്റ് ജില്ലകൾ, വടക്കോട്ടുള്ള ജില്ലകളൊക്കെ സാംസ്കാരികമായി ഉയർന്ന ജില്ലകളാണ്. അവരുടെ സ്വഭാവമായിരിക്കില്ല നമ്മുടെ ഈ ജില്ലയിൽ. നിങ്ങളൊക്കെ ഈ ജില്ലയുടെ പാർട്ട് ആൻഡ് പാഴ്സലല്ലേ, അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി വരുമ്പോൾ ഭാഷയിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിച്ചുകൊണ്ട് വരാം. അത്രേ ഉള്ളൂ എൻ്റെ. പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സ്വദേശപരമായ നിങ്ങൾ തന്നിട്ടുള്ള ഒരു അഡ്വൈസസ് ഉണ്ട്. ഓരോരുത്തരും പേഴ്സണലായിട്ട് പറഞ്ഞു അല്പം ശ്രദ്ധിക്കണം. അത് കാരണം വളരെ ശ്രദ്ധിച്ച് തന്നെ ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നതിന് വളരെ ശ്രദ്ധിച്ചാ. ഇല്ല, അഡ്വൈസ് ഇപ്പോൾ കൊച്ചു പിള്ളേർ പറഞ്ഞു തരുന്നത് നമ്മൾ നല്ലതാണ്, നമ്മൾ സ്വീകരിക്കണം.